കോഴിക്കോട് നെല്ലിക്കോട് വനിതാ സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ പോലീസ് കേസെടുത്തു. പിന്നാലെ സംഘം പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണാനില്ല. ദിവസങ്ങളായി ഇവർ സൊസൈറ്റിയിൽ വരുന്നില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഫോണിലും ഇരുവരെയും ലഭ്യമല്ല. സഹകരണ സംഘത്തിൽ സ്ഥിര നിക്ഷേപത്തിന് വ്യാജ ബോണ്ട് നൽകി കോടികളുടെ തട്ടിപ്പ് നടന്നതായാണ് ആക്ഷേപം. നിരവധി പേർ തട്ടിപ്പിനിരയായതായി സൂചനയുണ്ടെങ്കിലും 2 പേരാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ 2 പരാതിക്കാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പേരിലുള്ള നിക്ഷേപം മാത്രം 1 കോടിയോളം രൂപ വരും. 2021 മുതൽ വിവിധ ഘട്ടങ്ങളിലാണ് ഇത്രയും തുക നിക്ഷേപിച്ചത്. കഴിഞ്ഞ ജൂൺ വരെ ഇവരുടെ നിക്ഷേപത്തിന് പലിശ ലഭിച്ചിരുന്നു. ജൂലൈ മാസം പലിശ ലഭിക്കാതായതോടെ സംഘത്തിൽ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് വെളിപ്പെടുന്നത്. സ്ഥിര നിക്ഷേപത്തിന് നൽകിയ ബോണ്ടുകൾ സംഘത്തിൻ്റേതല്ലെന്നും ഇവരുടെ പേരിൽ നിക്ഷേപമില്ലെന്നും ഭാരവാഹികൾ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 30-ന് ഈ സംഘത്തിലെ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. സാമ്പത്തിക തട്ടിപ്പിന് ഉത്തരവാദി ഇയാളാണെന്ന തരത്തിലാണ് സംഘം അധികൃതർ നിക്ഷേപകരോട് പറഞ്ഞതത്രേ. ഇതിനിടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകി 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനിടയിൽ പണം തിരിച്ചു നൽകുന്നത് സംബന്ധിച്ച് നിക്ഷേപകരുമായി ചർച്ച നടന്നിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല.